ചാവക്കാട് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു. ദേശീയപാത 66 മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിൽ ടാറിട്ട ഭാഗത്ത് വിള്ളൽ കണ്ടെത്തി. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലെ മേൽപ്പാലത്തിന് മുകളിലെ ടാറിട്ട ഭാഗത്താണ് 50ഓളം മീറ്റർ നീളത്തിൽ വലിയ വിള്ളൽ വീണത്. ഇന്നലെ വൈകിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിച്ചതോടെ രാത്രി തന്നെ അധികൃതർ സ്ഥലത്തെത്തി ടാറിട്ട് വിള്ളൽ അടച്ചു. വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്നും. ഹരീഷ്, ഇപ്പോൾ മലപ്പുറത്തിനും കാസർഗോഡിനും പിന്നാലെ തൃശ്ശൂരിലും ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു. നിലവിൽ ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല. വിള്ളലിലൂടെ വെള്ളമിറങ്ങി മലപ്പുറത്തുണ്ടായതുപോലെ പാലം തകരുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ഒരു ടാറിട്ട ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് ചാവക്കാടാണ്. ഈ മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലെ മേൽപ്പാലത്തിന് മുകളിലെ ആണ് ഈ ഒരു ടാറിട്ട ഭാഗത്ത് ഏകദേശം 50ഓളം മീറ്റർ നീളത്തിലൊരു വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ഇന്നലെ വൈകിട്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ചിത്രം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രാത്രി തന്നെ അധികൃതർ സ്ഥലത്തെത്തി ഈ ടാറിട്ട ഭാഗത്ത് വിള്ളൽ വീണ ഭാഗത്ത് ടാറിട്ട് അടയ്ക്കുകയുണ്ടായി. ഈ ഒരു ഭാഗം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടില്ല. പ്രധാന പ്രശ്നം ഈ ഒരു വിള്ളലിലൂടെ വെള്ളമിറങ്ങി മലപ്പുറത്ത് കുരിയാടൊക്കെ ഉണ്ടായ പോലുള്ള അപകടം ഈ പാലത്തിനുണ്ടാകുമോ, പാലം തകരുമോ എന്നുള്ള ഒരു ഭീതി ഈ ഒരു പ്രദേശവാസികൾ അടക്കം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇത് അധികൃതർ എത്തി അടക്കണം എന്നുള്ള ഒരു ആവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കുകയും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു ചിത്രം വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അപകട സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു വിള്ളൽ ടാറിട്ട് അടച്ചിട്ടുണ്ട്. മറ്റ് പരിശോധനകൾ ഇപ്പോൾ നടത്തി വരികയാണ്. പാലത്തിന്റെ ബലം അടക്കമുള്ള കാര്യങ്ങൾ, അതിലൂടെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ, എത്രത്തോളം ബലം ഇനിയും ഉണ്ട്, അല്ലെങ്കിൽ തകരാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അധികൃതർ പരിശോധിച്ച് വരികയാണ്. എന്തായാലും പ്രദേശവാസികൾ ഭീതിയിലാണ്. കാരണം മലപ്പുറത്തൊക്കെ കണ്ടതാണ് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു തകർച്ച പാലത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭീതി തുടരുന്നുണ്ട്. പക്ഷേ നിലവിൽ ആ പ്രശ്നമില്ല എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.